അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദൽ ബി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങളെ, ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന എന്റെ പുറകിലുള്ള വീട് 11 സെന്റ് സ്ഥലം, നല്ല 3 ബെഡ്റൂം, കാര്യങ്ങള്, ഉള്ളിൽ ബാത്റൂം, പുറത്ത് ബാത്റൂം, സൗകര്യങ്ങള്, ബാക്കിൽ അടിച്ചാപ്പൊളി മതില്, കാര്യങ്ങള്, കോയൽക്കിണർ വെള്ളം, പൈപ്പ് ലൈൻ വെള്ളം സൗകര്യത്തോട് കൂടിയിട്ട്. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അനങ്ങനടി പഞ്ചായത്തിലാണ്. അനങ്ങനടി പഞ്ചായത്ത് പറഞ്ഞാൽ ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡ് മെയിൻ റോഡിൽ നിന്ന് ആകെ ദൂരം ഒരു 100 മീറ്റർ ആണ്. നമ്മൾ വാഹനം കൊണ്ടുവരികയാണെങ്കിൽ ഒരു 300 മീറ്റർ. എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യമുണ്ട്. മെയിൻ റോഡ് തൊട്ടതാണ്, ഹയർ സെക്കൻഡറി സ്കൂൾ തൊട്ടതാണ്, അതേപോലെ LP സ്കൂൾ തൊട്ടുണ്ട്. അങ്ങനെ സൗകര്യങ്ങൾ, പള്ളി, മദ്രസ തുടങ്ങി, അതുപോലെ ചേറുമ്പറ്റക്കാവ് ക്ഷേത്രം. ചിലർ പറയണ്ട അമ്പലം പറയാത്ത എന്താന്ന്, അപ്പൊ അമ്പലം കൂടി പറയാം. ചേറുമ്പറ്റ ക്ഷേത്രം അറിയപ്പെടുന്ന അമ്പലമാണ്. ഒക്കെ ഇതിന്റെ പരിസരത്താണ്. അപ്പൊ എല്ലാ അഭിപ്രായങ്ങൾക്കും ഇതൊന്ന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം. വിലയാണെങ്കിലോ വെറും 9.5 ലക്ഷം രൂപയുള്ളൂ. അതും കൂടി അഡ്വാൻസ് ആയിട്ട് പറയണേ. വെറും 9.5 ലക്ഷം രൂപയ്ക്ക് ഇതിൽ 2 വീട് കയറ്റട്ടോ. അതിന്റെ പുറകിലെ വീട് കയറ്റാ. അതിനുള്ള സ്ഥലം നമുക്ക് ഒരുപാട് അവിടെ കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കാണാം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ബേബിങ്ങളെ, ഇതാണ് വാഹനം വരുന്ന റോഡ് കേട്ടാ. നമുക്ക് മെയിൻ റോഡിൽ നിന്ന്, അതായത് ചെപ്പശ്ശേരി ഒറ്റപ്പാലം മെയിൻ റോഡിൽ നിന്ന് ഇവിടേക്ക് വാഹനം കൊണ്ട് വരികയാണെങ്കിൽ ഒരു 250-300 മീറ്റർ മാത്രമാണ്. ആ കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ, ആ കാണുന്ന ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്താണ് റോഡ് കിടക്കുന്നത്. ഒറ്റപ്പാലം ചെപ്പശ്ശേരി മെയിൻ റോഡ്. നമുക്ക് നടന്നു വരാനുള്ള ഒരു എൻട്രൻസ് ഇവിടെ ഉണ്ട്. ആ എൻട്രൻസ് ആണെങ്കിൽ ഒരു 50-100 മീറ്റർ മാത്രമാണ് ദൂരം. മാത്രമല്ല എല്ലാ സൗകര്യങ്ങളുണ്ട്. പള്ളി, മദ്രസ ഉണ്ട്, അയൽപക്കത്ത് വീടുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇതെങ്ങനെ ഫ്രണ്ടേജ് കിടക്കുകയാണ് കേട്ടോ. ഫ്രണ്ടേജ് ആ അറ്റം വരണ്ട. ആ ഫ്രണ്ടേജ് കാണിച്ചതാ, ആ ഫ്രണ്ടേജ് കാണിച്ചു കൊടുക്കുക, ആ വീട് കാണിച്ചു കൊടുക്കുക, തെങ്ങ് കാണിച്ചു കൊടുക്കുക കേട്ടോ. തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായ തെങ്ങൊക്കെ കിട്ടാണ്ട്. അതേപോലെ തന്നെ പള്ളി ഇവിടെ അടുത്താണ് കേട്ടോ. പള്ളി ഒരു 150 മീറ്റർ ഉള്ളൂ. മദ്രസ പള്ളി 150 മീറ്റർ, ബസ് റൂട്ടിലേക്ക് 150 മീറ്റർ, 100 മീറ്റർ ബസ് റൂട്ടിൽ കേട്ടോ. അത് ആ വീട്, അത് അയൽവാസികളുടെ വീടൊക്കെ കാണാം. വീടുകളൊക്കെ ഉള്ള ഏരിയയാണ്, നല്ല ഏരിയയാണ് കേട്ടോ. സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് താമസിക്കാൻ പറ്റിയ ഏരിയയാണ്. കട പറച്ചില്ല, എന്ന വണ്ടി സൗകര്യം, എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ വാഹനം മുറ്റത്ത് കിടക്കാനുള്ള സൗകര്യമുണ്ട്. മുറ്റത്ത് വാഹനം കിടക്കുന്നുണ്ടായി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ എല്ലാ 2-3 വാഹനം നിർത്താനുള്ള സൗകര്യം ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതാ ഇത്രയും സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ, കോയൽക്കിണർ, വളരെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വിശാലമായ മിറ്റാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം ഇങ്ങനെ ബാക്ക് സൈഡ് ഒന്ന് പോയി കാണാം. ഇതിന്റെ ഓരോ അതിലും നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം. കമ്പിവേലിയാണ്. ബാക്കിലാണെങ്കിലും മതില്, അത് എങ്ങനത്തെ മതില്, സ്നേഹമതില്. ഇതാ ഇവിടെ ഇനി ബാക്കിൽ ഒരു വീട് വെക്കണമെങ്കിൽ വെക്കാം. ഇതിന് ഒരു 10 അടി വഴിയിട്ട് കഴിഞ്ഞാൽ, 10-12 അടി വഴിയിട്ട് കഴിഞ്ഞാൽ ബാക്കിൽ ഒരു വീട് വെക്കാം. അതായത് പറഞ്ഞു വരുന്നത് ജ്യേഷ്ഠൻ, അനുജൻ കേട്ടോ. അതേമാതിരി ആങ്ങള, പെങ്ങള് തുടങ്ങിയവർക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ 2 വീടായിട്ട് താമസിക്കാം. ബാക്കിൽ സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട് കേട്ടോ. പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. ഇതാ വെള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. തെങ്ങ് ഇവിടെ ഒന്നുണ്ട്, അവിടെ ഒന്നുണ്ട്. അതേപോലെ തന്നെ പുളിയുണ്ട്. കാരണം ഹബീബികളെ, ഇനി മതിൽ ബാക്കിലെ വീട് കാണിച്ചു തരാം, ബാക്കിലെ മതിൽ കാണിച്ചു തരാം, എൻട്രൻസ് കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ഏരിയ ഇതാ കണ്ടോളി ഹബീബികളെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു വീട് വെക്കാം. ഇവിടെ ഒരു കോയൽക്കിണറുണ്ട് കേട്ടോ. കോയൽക്കിണർ ഇതാ, ഇതിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. മോട്ടർ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതെല്ലാം പാടിന് കച്ചവടം. വെറും 9.5 ലക്ഷം റുപ്യക്കാണ് കൊടുക്കണേ. അല്ലേ ബാക്കിലെ മതിൽ കണ്ടല്ലേ, സൂപ്പർ മതിൽ, നല്ല കനുള്ള മതിൽ കാണണം. അപ്പൊ ഇതേപോലെ ചില്ലറ തൈകൾ, മരങ്ങൾ, പുളി, അത് ഇതൊക്കെ ഇതിലുണ്ട്. ആ ബാക്കിൽ വീട് കാണിച്ചെടുത്താ കേട്ടോ. അയൽവാസികൾ ബാക്കിലുണ്ട്, സൈഡിലുണ്ട്. അപ്പൊ താമസിക്കാനൊന്നും കുഴപ്പമില്ല. അതേമാതിരി ചെറിയ മക്കളുണ്ടെങ്കിൽ മദ്രസയ്ക്ക് ഇവിടെ അടുത്താണ്, പള്ളി അടുത്താണ്, ഹയർ സെക്കൻഡറി സ്കൂൾ കോതകുറിശി 1 കിലോമീറ്റർ, 1 കിലോമീറ്റർ ഇല്ല, 1/2 കിലോമീറ്റർ, 500-600 മീറ്റർ മാത്രമേ ഉള്ളൂ. അതേമാതിരി പഞ്ചായത്ത് ഉണ്ട്, വില്ലേജ് ഉണ്ട്. പഞ്ചായത്തും വില്ലേജൊക്കെ ഒക്കെ ഒരു 1/2 കിലോമീറ്ററിന്റെ ചുറ്റളവിലാണ്. ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വറക് കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ് ഇവിടെ ഉണ്ട് ബാക്കിൽ, വീടിന്റെ ബാക്കിൽ. അതേപോലെ തന്നെ ഒരു ബാത്റൂം, ഒരു കുളി റൂം പുറത്ത് കേട്ടോ. ബാത്റൂം, കുളി റൂം. അതേപോലെ തന്നെ പൈപ്പ് കണ്ടില്ല നിങ്ങൾ, വീടിന്റെ വെള്ള കണക്ഷൻ കൊടുത്ത പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഒരു അതിര്. പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. നല്ല സൗകര്യങ്ങളാണ് സാധാരണക്കാർ താമസിക്കാൻ. ഇതിലും സൗകര്യത്തിലും ഇതും വില കമ്മിയായിട്ട് എവിടെ കിട്ടാനാണ്. ഇതാ കാണി ഹബീബികൾ, നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. അല്ലേ ഈ ഭാഗം നോക്കി 2 കഴുങ്ങും തൈയൊക്കെ ഉണ്ട് മുമ്പിൽ. പിന്നെ ആ ഇത് നമുക്കുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം. വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ആ പ്രവേശിക്കുന്ന സമയത്ത് കണ്ടോ, ഇതാ കണ്ടോ, നല്ല കണ്ടോളിട്ടാ, നല്ല സ്ട്രോങ്. ഇതാ ഇവിടെ നല്ല വിശാലമായ ഒരു കോലായ, അതായത് സിറ്റിംഗ് ഹാൾ. പഴയ കാലത്ത് കോലായ എന്നൊക്കെ പറയുന്നതിന്. നല്ല റോസ് പെയിന്റാണ് ഉള്ളില്, കണ്ടില്ലേ, നല്ല വലിയൊരു ഇതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു റൂമുണ്ട് ഇതിനോട് ചേർന്നിട്ട്.
ചെറിയൊരു റൂം കേട്ടോ. കാരണം റൂമുകൾ നമുക്ക് ഇതുപോലുള്ളത് വേറെ ഉണ്ട്, 3-4 ഉണ്ട്. ഇതാ ഇനി നമുക്ക് അടുത്ത ഒരു വരാന്തയിലേക്കാണ് കയറുന്നത്. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം കാണേണ്ട റൂം ഇതാ മുകളിലൊക്കെ കാണിച്ചു കൊടുത്താൽ മരത്തിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ചതിലോ മാറാലോ ഒന്നും പിടിച്ചിട്ടില്ല. നല്ല ഇതിനെ നല്ല നോക്കിക്കൊണ്ടിരിക്കുന്ന വീടാണിത് അല്ലേ. ഈ റൂം കാണിച്ചു കൊടുത്തു. ആ റൂം കാണിച്ചു കൊടുത്തത് അതിൽ തന്നെ ടോയ്ലറ്റ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് ഉള്ളിൽ സൗകര്യത്തോട് കൂടിയിട്ട്. കാരണം എന്താ പറയുക, ചിലപ്പോൾ ചെറിയ ഫാമിലിയൊക്കെ താമസിക്കുന്നെങ്കിലേ പുറത്ത് പോകാൻ ബുദ്ധിമുട്ടല്ല, അതിനുള്ള സൗകര്യം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ 1-2 റൂം കണ്ടു. ഇനി അടുത്തത് റൂം ഇതാ ഈ റൂം ഒന്ന് കാണിച്ചു കൊടുത്താൽ ഇതൊരു ബെഡ്റൂം. അതും അത്യാവശ്യം നല്ല സൗകര്യത്തോടെ കാവ്യാണ് കേട്ടോ. സിമെന്റിൽ കാവ്യാണ് ചെയ്തിരിക്കുന്നത്, നിലം കാവ്യാണ്. അതുപോലെ തന്നെ ഈ ഹാളിൽ നിന്ന് ചെറിയൊരു ഹാളിലേക്കാണ് നടക്കുന്നത്. ഇനി അത്യാവശ്യം ഇതാ ഇവിടെ അല്ലേ, ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ ഉള്ളിൽ നല്ല സൗകര്യമാണ്. പുറമെന്ന് കാണുമ്പോൾ ചെറിയൊരു പെരയാണ്, പക്ഷേ ഉള്ളിലോ നല്ല സൗകര്യമാണ്. ഇനി കിച്ചൺ കാണിച്ചു കൊടുക്കും, കിച്ചന്റെ സൗകര്യങ്ങൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ ഭാഗവും കാണിച്ചു കൊടുക്കും, ഒന്നും ഒഴിവാക്കരുത്. വെറും 9.5 ലക്ഷം രൂപ. ഇത് നെഗോഷ്യബിൾ അല്ല കേട്ടോ. ഓണറുടെ നമ്പറാ വെക്കണം, ഓണറായിട്ട് സംസാരിച്ചോളി. നിങ്ങൾ വിലയിൽ കമ്മിയാവില്ല. ഇത് കാണിച്ചു തരാൻ നമ്മൾ തന്നെ കാണിച്ചു തരണം. കാരണം എന്താ പറയുക, ഓണറുടെ വീട് കുറേ ദൂരത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഓടിയെത്താൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾക്ക് കാണിച്ചു തരാൻ ബിസ്മി റിയൽ എസ്റ്റേറ്റ് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ അവരാരെങ്കിലൊക്കെ വന്ന് നിങ്ങൾക്ക് വീട് തുറന്ന് കാണിച്ചു തരും. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് തുറന്ന് സംസാരിക്കാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടു, വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ. 11 സെന്റ് സ്ഥലം, സമചതുരമായിട്ടുള്ള സ്ഥലം. ബാക്കിലൊരു വീട് വെക്കുക, ഫ്രണ്ടിലെ വീട്ടിൽ താമസിക്കുക. അതായത് ജ്യേഷ്ഠ അനുജനാണെങ്കിൽ അവർക്ക് മേടിക്കുക, ആങ്ങൾക്കും പെങ്ങൾക്കും മേടിക്കുക, കുടുംബക്കാർക്ക് മേടിക്കുക, സുഹൃത്തുക്കൾക്ക് മേടിക്കുക. കാരണം ചില സുഹൃത്തുക്കൾ പറയലുണ്ട് ഞങ്ങൾക്ക് ഒരുത്തിയിൽ വേണം, ഒരു ഭാഗത്ത് വേണമെന്നുള്ളത്. ചില കുടുംബങ്ങൾ പറയലുണ്ട് അങ്ങനെ വേണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഫാമിലിയിലോ ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വീട് അന്വേഷണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ കുറഞ്ഞ റേറ്റ് കിട്ടാൻ പോകുക. പറഞ്ഞാൽ ഇതിന് 11 ഉറുപ്പിയാണ് വില പറഞ്ഞത്. പക്ഷെ നമ്മൾ നെഗോഷ്യബിൾ ചെയ്തിട്ടാണ് 9.5 ആക്കിയിരിക്കുന്നത്. അപ്പോൾ 9.5 ലക്ഷം രൂപ കറക്റ്റായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ വാങ്ങുന്നവർ 1% കമ്മീഷൻ മാത്രമാണ് നമുക്ക് തരേണ്ടത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി, നിങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്തോളി. അതേപോലെ എല്ലാ കുടുംബ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീട് അന്വേഷിക്കുന്നവരുണ്ടാവും. ഇതിന്റെ സൗകര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 500 മീറ്റർ ചുറ്റളവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പഞ്ചായത്ത്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ് തുടങ്ങി എല്ലാം ഉണ്ട്. 200 മീറ്റർ ചുറ്റളവിൽ നമുക്ക് പള്ളിയുണ്ട്, മദ്രസ ഉണ്ട്. അതുപോലെ തന്നെ ബസ് റൂട്ട്, മെയിൻ ബസ് റൂട്ട് ഉണ്ട്, ഒറ്റപ്പാലം ചെപ്പശ്ശേരി ബസ് റൂട്ട് ഇതിന് തൊട്ടതാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു തരാൻ കാരണം എന്താ പറയുക, അത്രയും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങുന്ന വീടാണ്. അപ്പൊ ഇതിന് സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കും. അപ്പൊ അതിനാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്. 11 സെന്റ് സ്ഥലമാണ് നിങ്ങൾക്ക് റിക്കാർഡിൽ. പക്ഷെ അളന്നു കഴിഞ്ഞാൽ 11-12 ഇതിലുണ്ടാവും. യാതൊരു സംശയമല്ല, കുറവ് വരില്ല. കുറവ് വരികയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഞാനാണ് കേട്ടോ. ഈ 11 സെന്റിൽ യാതൊരു കുറവും വരില്ല. അതുപോലെ തന്നെ റിക്കാർഡ് പരമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഭൂമിയാണ്. കാരണം ഈ ഭൂമി എല്ലാം നമ്മൾ പരിശോധിച്ചിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പട്ടയുണ്ട് കേട്ടോ. ചിലവർ ചോദിക്കുന്നുണ്ട് ഒരു പട്ടയുണ്ടോന്ന്. ഉണ്ട്, പട്ട എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അങ്ങനെ എല്ലാ റിക്കാർഡുകളും ഉണ്ട്. പിന്നെ മാത്രമല്ല ഉള്ളിലൊക്കെ നല്ല സൗകര്യമാണ്. കാരണം നമുക്ക് ഇവിടെ പുറമെന്ന് കാണുമ്പോൾ ചെറിയൊരു വീട്, ഉള്ളിൽ ചെന്നാലോ വലിയ സൗകര്യങ്ങളാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, എല്ലാവരും എല്ലാ ഗ്രൂപ്പുകൾക്ക്, ഫാമിലി ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്തോളൂ. കാരണം നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇതുപോലുള്ള വീടുകൾ അന്വേഷിക്കുന്നുണ്ടോ? അപ്പോൾ അവർക്കൊന്ന് എത്തിപ്പെടാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത, സഹകരിച്ച, ഇതുവരെ ഷെയർ ചെയ്ത 78,000-ഓളം സബ്സ്ക്രൈബർ, 78,500-ഓളായി. അത് നിങ്ങൾ കാരണമാണ്. നിങ്ങൾ ഒറ്റ ഷെയർ കൊണ്ടാണ് നമ്മൾ 78,000 സബ്സ്ക്രൈബർക്ക് എത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും നമ്മൾ നല്ലോണം മുന്നോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ സഹായം കൊണ്ടാണ്, നിങ്ങളുടെ സഹകരണം കൊണ്ടാണ്. തുടർന്നും നിങ്ങളുടെ സഹായം, സഹകരണം, സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ പ്രമാണിച്ചിട്ടാണ്, പെരുന്നാൾ കച്ചവടമാണ് നമുക്ക്. ഈ കച്ചവടം കഴിഞ്ഞിട്ട് വേണം പെരുന്നാൾക്കുള്ള ഇറച്ചിയും പപ്പടവും വാങ്ങാൻ. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് അറിയാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യണം. വെറും 9.5 ലക്ഷം ഉറുപ്പ്യക്ക് ഈ പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഈ വീട് വിൽക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുലുക്കും. മഅസ്സലാമ.